I've waited there as though you might not call at all. I know this face I'm wearing now. I've seen this in my eyes. And though it feels so great, I'm still afraid that you'll be leaving anytime. We've done this once and then you close the door. Don't let me fall again for nothing more. Don't say you love me unless forever. Don't tell me you need me if you're not gonna stay. Don't give me this feeling, I'll only believe it. Make it real or take it all away. I've caught myself smiling alone, just thinking of your voice. I'm dreaming of your touch. It's all too much, you know. I don't have any choice. Don't say you love me unless forever. Don't tell me you need me if you're not
പിതാവിന്റെ പുത്രന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കാരുണ്യവാനും സ്നേഹിതയുമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ലവനായ ദൈവമേ, നല്ലൊരു ദിവസം നൽകി പ്രത്യേകമായിട്ട് ഈ മംഗളകരമായ ഈ കർമ്മത്തെ ഞങ്ങൾ ഓരോരുത്തരെ ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ അനന്തമായിട്ടുള്ള അനുഗ്രഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നല്ലവനായ ഈശോയെ വിവാഹം എന്ന കുടുംബ ജീവിതം വഴിയായിട്ട് പുതിയ ഒരു കുടുംബത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ടിനുവിനെയും അനീഷിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് ദേവാലയത്തിൽ വെച്ച് ഔദ്യോഗികമായിട്ട് അവരുടെ വിവാഹത്തിനുള്ള സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ടിനുവിനെയും ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അനീഷിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങയുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് ഒരു പുതിയ കുടുംബത്തിന് ആരംഭം കുറിക്കുവാനുള്ള കൃപയും കരുത്തും ശക്തിയും എല്ലാവർക്കും നൽകണമേ. ഒരുക്കത്തിന്റെ ദിവസങ്ങളായ ഈ ദിവസങ്ങളിലെല്ലാം അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നൽകി ഇവരാൻ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ കൃപകളും നൽകി ഇവർ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇവരെ വളർത്തിയ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും കുടുംബാംഗങ്ങളെയും നിങ്ങളെല്ലാ ഇന്നത്തെ പ്രവർത്തനങ്ങളെയും എല്ലാം അങ്ങ് കാരുണ്യപൂർവ്വം സമർത്ഥമായിട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 1 മുതൽ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളെ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ധന്യവാനും സ്നേഹിതനുമായ ദൈവമേ, അങ്ങാവുന്ന ആ താഴ്ത്തണ്ടിനോട് ചേർന്ന് നിന്നാൽ ഞങ്ങളും ഒത്തിരിയേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്നും ഉള്ള വലിയ സന്ദേശമാണല്ലോ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങാകുന്ന താഴ്ത്തണ്ടിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ സ്നേഹത്തിൽ അങ്ങുമായിട്ട് വസിക്കുക എന്നുള്ള ഒരു വലിയ സദ്വാർത്തയാണ് ഈ നിമിഷം കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നല്ലവനായ ഈശോയെ പ്രത്യേകമായിട്ട് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ഇവരുടെ ജീവിതത്തിൽ അങ്ങയോട് ചേർന്ന് നിന്ന് സ്നേഹത്തിൽ അങ്ങയോട് കൂടെ